തന്നെ കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ട എന്നറിയപ്പെടുന്ന ഇടമാണ് വയനാട്. രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി വരെ മത്സരിച്ച വയനാടിന് കോൺഗ്രസ് കുടുംബം ബലഹീനതയാണ്. അത്രമാത്രം ആ മണ്ഡലം കോൺഗ്രസിനെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. എന്നാൽ സമീപകാല ഇടപെടൽ ആ സത്പേരിന് കളങ്കം ചാർത്തുന്നതാണ്. പാർട്ടിക്കുള്ളിലെ ഉൾപോരും താഴെത്തട്ടിലുള്ള അണികൾക്ക് നേതാക്കന്മാരിൽ ഉണ്ടായിരുന്ന വിശ്വാസവും നഷ്ടമായതോടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതാക്കന്മാർക്കെതിരെ തിരിഞ്ഞു. അങ്ങ് ബീഹാറിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത്. അതിനിടയിൽ വയനാട്ടിലെ പ്രശ്നത്തിലേക്ക് വെറുതെ രാഹുലിനെ വലിച്ചിടേണ്ട കാര്യമില്ലെന്ന് നേതാക്കന്മാർ പറയുന്നുണ്ട്. ആദ്യം രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ VIP പരിവേഷണമാണ് വയനാടിന് കോൺഗ്രസിനുള്ളിൽ ഉള്ളത്. എന്നാൽ ഗ്രൂപ്പ് പോരും ചേരിതിരിഞ്ഞുള്ള തമ്മിൽ തല്ലും കോൺഗ്രസിന് ഏറെ നാണക്കേടാക്കുന്ന നിലയിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളായി ഇവിടുത്തെ DCCയുടെ പ്രവർത്തനം മാറിയെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. രണ്ടുപേരുടെ ജീവൻ പോലും നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വഷളായിരിക്കുകയാണ്. ഇതോടെ DCC പ്രസിഡന്റ് ND അപ്പച്ചനെ രാജിവെപ്പിച്ച് ശുദ്ധീകരണം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അപ്പച്ചൻ രാജി നൽകി. രാജിക്ക് തയ്യാറായില്ലെങ്കിൽ അപ്പച്ചനെ പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ അദ്ദേഹം സ്വയം രാജിവെച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. പ്രായാധിക്യം കണക്കിലെടുത്ത് പുനഃസംഘടനയിൽ അപ്പച്ചനെ മാറ്റുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ പാർട്ടിക്ക് ആകെ നാണക്കേടാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിനെ തുടർന്നാണ് വേഗത്തിലുള്ള നടപടി എടുത്തിരിക്കുന്നത്. വയനാട് കോൺഗ്രസിലെ വിഭാഗീയതയെ തുടർന്നുള്ള പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടുപേരാണ് സമീപകാലത്ത് ആത്മഹത്യ ചെയ്തത്. DCC ട്രഷറർ NN വിജയൻ, പ്രാദേശിക നേതാവ് ജോസ് നല്ലേടം എന്നിവരുടെ ആത്മഹത്യകളാണ് അടുത്തിടെ ഉണ്ടായത്. തർക്കങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചതോടെയാണ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് നടപടി എടുത്തിരിക്കുന്നത്. കൂടാതെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ പരിപാടികൾ DCCക്ക് അറിയില്ലെന്നും അതെല്ലാം അവരുടെ ഓഫീസാണ് നിശ്ചയിക്കുന്നതെന്നും അപ്പച്ചൻ അടുത്തിടെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതും പാർട്ടിക്ക് ആകെ നാണക്കേടായ സംഭവമാണ്. വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ നയിക്കേണ്ട DCC പ്രസിഡന്റ് തന്നെ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നതാണ് വയനാട്ടിൽ കണ്ടിരുന്നത്. DCC ട്രഷറർ MN വിജയന്റെ കുടുംബത്തിന്റെ പരാതികൾ പരിഹരിക്കുന്നതിൽ അപ്പച്ചന് വന്ന വീഴ്ചയാണ് പാർട്ടിയെ ആകെ നാണക്കേടിലേക്ക് തള്ളിവിട്ടത്. അതുകൊണ്ട് തന്നെയാണ് പുനഃസംഘടന വരെ കാത്തു നിൽക്കാതെ രാജ്യ നേതൃത്വം ആവശ്യപ്പെട്ടത്. ഇതോടെ വയനാട്ടിൽ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ്.